മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവത്തിലെ വിരാട രാജധാനിയിലുണ്ടായിരുന്ന സംഭവങ്ങളും കീചകവധവും കൗരവരുടെ ഗോഹരണവും ഉത്തരന്റെ പടപ്പുറപ്പാടും അർജുന കൗരവ യുദ്ധവും അജ്ഞാതവാസ സമാപ്തം വരെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അടുത്ത പർവമാണ് ഉദ്യോഗപർവം തുടരുന്നു. അങ്ങനെ അഭിമന്യുവിന്റെയും ഉത്തരയുടെയും വിവാഹത്തിൽ പങ്കുകൊണ്ട രാജാക്കന്മാരെല്ലാം അടുത്ത ദിവസം വിരാട രാജാവിന്റെ സഭാഗൃഹത്തിൽ സമ്മേളിച്ചു. അക്കൂട്ടത്തിൽ കൃഷ്ണനും ബലരാമനും സാത്വികിയും ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും തുടങ്ങി അനവധി രാജാക്കന്മാരും അവരുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും കുശല പ്രശ്നങ്ങൾ നടത്തി കുറച്ചു സമയം കഴിച്ചുകൂട്ടി. അവരുടെ മനസ്സിൽ പാണ്ഡവന്മാരെ പറ്റിയുള്ള ചിന്തയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അവർ വനവാസവും അജ്ഞാതവാസവും വിജയകരമായി കഴിച്ചുകൂട്ടിയിരിക്കുന്നു. ഇനിയും അവരുടെ ഭാവി എന്താണ്? എന്നാൽ കൃഷ്ണൻ സന്നിഹിതനായുള്ള സദസ്സിൽ ഇതേപ്പറ്റി പറയുവാനുള്ള അർഹത അദ്ദേഹത്തിനായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനായി കാത്തിരുന്നതല്ലാതെ ഒന്നും പറയുവാൻ മുതിർന്നില്ല. ഇതു മനസ്സിലാക്കിയ വാസുദേവൻ എഴുന്നേറ്റു. സദസ്യർ ഭഗവാന്റെ തിരുമുഖത്തേക്ക് ഒറ്റുനോക്കി. അദ്ദേഹം പറയുവാൻ തുടങ്ങി. എല്ലാവരും പാണ്ഡവരുടെ കാര്യത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. ധർമ്മത്തിനു വേണ്ടിയെല്ലാം ത്യജിച്ചവരാണവർ. ഭീരുത്വം കൊണ്ടല്ല അവർ ക്ലേശങ്ങൾ അനുഭവിച്ചത്. അവർ ശക്തരാണ്. എങ്കിലും യുദ്ധം ഒഴിവാക്കുവാൻ അവർ ആഗ്രഹിച്ചു, ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം ലഭിച്ചാൽ അവർ തൃപ്തരാണ്. പാണ്ഡവന്മാരുടെ അജ്ഞാതവാസക്കാലം പൂർത്തിയാക്കുന്നതിന് മുമ്പായി അവർ കണ്ടുപിടിക്കപ്പെട്ടുവെന്നുള്ള അസത്യവാദവുമായിട്ടാണ് ദുര്യോധനനും അവനവന്റെ കൂട്ടുകാരും ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇത് കള്ളച്ചൂതിൽ രാജ്യം കൈക്കലാക്കിയതുപോലെയുള്ള ഒരു കൗശലം മാത്രമാണ്. ദുര്യോധനാദികളുടെ ഇപ്പോഴത്തെ ചിന്താഗതി അനുസരിച്ച് അവർ പകുതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കുവാൻ തയ്യാറാവുകയില്ല. അപ്പോൾ ഒരു യുദ്ധം അനിവാര്യമായി തീരും. അത് രണ്ടു കൂട്ടുകാർക്കും കഷ്ടനഷ്ടങ്ങൾ വരുത്തിവെക്കും. അതുകൊണ്ട് പാണ്ഡവർക്ക് പകുതി രാജ്യം കൊടുക്കേണ്ടതിൻ്റെ ന്യായത്തെയും അല്ലാത്ത പക്ഷം ഉണ്ടാകാവുന്ന യുദ്ധത്തിന്റെ ഭവിഷ്യഫലങ്ങളെയും ദുര്യോധനാദികളെ പറഞ്ഞു മനസ്സിലാക്കി ഇരുകൂട്ടരും സന്ധി ചെയ്യണം. അതിന് തക്ക കഴിവുള്ളവൾ ഒരാൾ പോയി അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സൗഹൃദം പുനഃസ്ഥാപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതീവ ശ്രദ്ധയോടെ അംബുജാക്ഷന്റെ സംഭാഷണം കേട്ടിരുന്നവർക്ക് അദ്ദേഹം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് ബോധ്യമായി. അവരെല്ലാം ചിന്താവിഷ്ടരായി. ആരും ഒന്നും പറഞ്ഞില്ല. ബലഭദ്രനാണ് അടുത്തതായി സംസാരിച്ചത്. കൃഷ്ണൻ പറഞ്ഞ അഭിപ്രായം സ്വീകാര്യമാണെന്നറിയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ സന്ധി പറയുവാൻ പോകുന്നവർ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കേണ്ടത്. ധൃതരാഷ്ട്രന്മാരെ കോപിപ്പിക്കത്തക്ക വിധത്തിൽ ഒന്നും പറയരുത്. അവരുടെ കയ്യിലാണല്ലോ കാര്യമിരിക്കുന്നത്. തന്നെയുമല്ല, ധർമ്മപുത്രൻ ചൂതിൽ ഭ്രമത്തോടെയാണ് കളിച്ചത്. മറ്റു പലരും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ശകുനിയോട് കളിക്കുവാൻ തയ്യാറായി. വാശിയോടെ കളിച്ചു തോറ്റു. ഇതിൽ ശകുനി തെറ്റുകാരനല്ല. ഈ യാഥാർത്ഥ്യം കണക്കിലെടുത്തു വേണം സന്ധി സംഭാഷണം നടത്തേണ്ടത്. സമത്താൽ കൗരവരെ സംബോധന ചെയ്ത് വിനയപൂർവ്വം സംസാരിച്ച് കാര്യം നേടുക. ബലരാമന്റെ അഭിപ്രായം സാത്വികയ്ക്ക് അശേഷം രുചിച്ചില്ല. അദ്ദേഹം ചാടി എണീറ്റു. കോപത്തോടെ പറഞ്ഞു, ബലഭദ്രൻ ധർമ്മരാജാവിൽ ദോഷം ആരോപിക്കുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹത്തെ നിർബന്ധിച്ച ചൂത് കളിക്കുവാൻ ക്ഷണിച്ചു വരുത്തി ചതിക്കുകയായിരുന്നു. അതിൽ ധർമ്മപുത്രൻ തെറ്റുകാരനെയല്ല. എന്നിട്ടും അദ്ദേഹം സത്യം പാലിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് അർഹമായ രാജ്യത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ദൂതൻ ദുര്യോധനന്റെ മുന്നിൽ പോയി നിന്ന് അവനെ താണു വണങ്ങണം പോലും. ശത്രുക്കളോട് ഇരക്കുന്നതിൽ കൂടുതൽ അധർമ്മമായിട്ടുള്ളത് എന്താണ്? എതിർക്കുന്ന ശത്രുക്കളെ വധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് നാം എല്ലാ രാജാക്കന്മാരെയും യുദ്ധത്തിന് ക്ഷണിക്കുകയും അതോടൊപ്പം യുദ്ധത്തിനൊരുങ്ങുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാത്വികിയുടെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സദസ്സിൽ ഒരു ചലനമുണ്ടാക്കി. പാഞ്ചാല രാജാവായ ദ്രുപദനാണ് പിന്നീട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, സാത്വികി പറഞ്ഞത് ശരിയാണ്. ദുര്യോധനൻ സന്തോഷത്തോടെ രാജ്യം കൊടുക്കുകയില്ല. ധൃതരാഷ്ട്രൻ അവന്റെ ഇഷ്ടം നോക്കിയേ പ്രവർത്തിക്കൂ. ധൈര്യം കൊണ്ട് ഭീഷ്മദ്രോണാദികളും മൂർഖത കൊണ്ട് കർണനും ശകുനിയും അവന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് മൃദുവാക്ക് പറഞ്ഞ് ധാർത്തരാഷ്ട്രന്മാരെ ഇണക്കാമെന്ന് കരുതേണ്ട.
മൃദുവാക്ക് അശക്തിയുടെ ലക്ഷണമായിട്ടേ ദുഷ്ടാത്മാവായ ദുര്യോധനൻ കരുതുകയുള്ളൂ. കൗരവന്മാരുടെ സ്വഭാവത്തെയും പ്രവൃത്തികളെയും ഓർക്കുമ്പോൾ അവരോട് സന്ധി ആവശ്യമില്ല. തീർച്ചയായും യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കുന്നത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നാം ആളയച്ച് മിത്രങ്ങളെ വരുത്തി പടകൂട്ടാം. എന്നാൽ യുദ്ധം കൊണ്ടുള്ള ആപത്ത് ചിന്തിക്കുമ്പോൾ നിവൃത്തിയുള്ളിടത്തോളം യുദ്ധം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ആകയാൽ ഒരാൾ പോയി അവരോട് സംസാരിക്കട്ടെ. പകുതി രാജ്യം വേണ്ടവർക്ക് കൊടുക്കുവാൻ ധൃതരാഷ്ട്രർ തയ്യാറായാൽ നമുക്കതുകൊണ്ട് തൃപ്തരാകാം. യുദ്ധം ഒഴിവാക്കുകയും ചെയ്യും. ഉടൻ തന്നെ ഒരാളെ അയച്ച് അവരുടെ അഭിപ്രായം അറിയണം. എൻ്റെ പുരോഹിത ബ്രാഹ്മണനെ അയക്കുവാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം എന്തൊക്കെ പറയണമെന്ന് നിങ്ങൾ അറിയിച്ചാൽ മതി. അദ്ദേഹം മടങ്ങി വന്ന ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാം. കൗരവരെ നിശേഷം നശിപ്പിക്കാം. പാഞ്ചാല രാജാവിൻ്റെ പ്രസംഗം കൃഷ്ണന് തൃപ്തികരമായി. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ അഭിപ്രായം ദീർഘദൃഷ്ടിയോടെ ഉള്ളതാണ്. ദീർഘദൃഷ്ടിയില്ലാത്ത പ്രവർത്തിക്കുന്നവൻ അവസാനം മഹാവിഡ്ഢിയായിത്തീരും. വയസ്സുകൊണ്ടും അറിവുകൊണ്ടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരിൽ ഭവാനാണ് വൃദ്ധൻ. എനിക്കും കുരുക്കളും പാണ്ഡവന്മാരായിട്ടുള്ള ബന്ധം ഒരേപോലെയാണ്. എങ്കിലും അങ്ങെടുക്കുന്ന ഏത് തീരുമാനവും എനിക്കും സ്വീകാര്യമാണ്. അങ്ങ് തന്നെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞ ദൂതനെ അയക്കുക. ദുര്യോധനൻ പാണ്ഡവരോട് സൗഭ്രാതത്തിന് മുതിരുന്നില്ല എങ്കിൽ യുദ്ധസന്നാഹത്തിനായി മറ്റുള്ളവരെ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ എന്നെയും വിളിക്കാം. പിന്നെ എന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. മന്ദബുദ്ധിയായ ദുര്യോധനൻ അർജുനന്റെ ക്രോധാഗ്നിയിൽ ദഹിച്ചു പോകും. കൃഷ്ണനും ബലഭദ്രനും ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. മറ്റു രാജാക്കന്മാരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങി. ദ്രുപദൻ രാജധാനിയിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പുരോഹിത ബ്രാഹ്മണനെ വിളിച്ച് ഹസ്തിനാപുരിയിലേക്ക് പാണ്ഡവരുടെ ദൂതനായി പോകുന്നതിന് നിയോഗിച്ചു. ദ്രുപദൻ പറഞ്ഞു, അങ്ങ് ജ്ഞാനിയും വൃദ്ധനുമായ പുരോഹിത ബ്രാഹ്മണനാണ്. കൗരവർ അങ്ങയെ ആദരിക്കാതിരിക്കുകയില്ല. എങ്ങനെയും പാണ്ഡവർക്ക് പകുതി രാജ്യം നൽകുന്നതിന് അവരെ പ്രേരിപ്പിക്കാം. യുദ്ധം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും അവരെ ബോധ്യപ്പെടുത്താം. പുരോഹിതന്റെ ദൗത്യം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ദ്രുപദനില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്റെ സൈന്യങ്ങളെ വേണ്ട ആയുധങ്ങളോടും മറ്റു അനുസാരികളോടും കൂടി സജ്ജീകരിക്കുന്നതിന് തീരുമാനിച്ചു. പാണ്ഡവരും തങ്ങളുടെ ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും ആസന്നമായ യുദ്ധവിവരം അറിയിക്കുകയും അവരുടെയെല്ലാം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന്റെ അനിവാര്യതയെപ്പറ്റി ബോധവാന്മാരായിരുന്നു. അവരെല്ലാം അവരവരുടെ സൈന്യങ്ങളെ വേണ്ടവണ്ണം സജ്ജീകരിക്കുവാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. പാണ്ഡവന്മാരുടെ ആലോചനകളും മറ്റു വിവരങ്ങളും ചാരന്മാർ മുഖേന അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്ന ദുര്യോധനാദികളും വെറുതെ ഇരുന്നില്ല. അവർ സൈന്യങ്ങളെ വേണ്ട വിധത്തിൽ സജ്ജീകരിച്ചു. മറ്റു രാജാക്കന്മാരുടെ സഹായത്തിനായി അവരെയൊക്കെ സമീപിക്കുകയും ചെയ്തു. കൃഷ്ണൻ പാണ്ഡവ പക്ഷപാതിയാണെന്ന് ദുര്യോധനൻ അറിയാം. എങ്കിലും നേരിട്ട് അദ്ദേഹത്തിന്റെ സഹായം അപേക്ഷിക്കണം. ഒരു ദിവസം ദുര്യോധനൻ ദ്വാരകയിലേക്ക് അതിനായി പുറപ്പെട്ടു. കൃഷ്ണനെയും ബലഭദ്രനെയും കണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. ബലരാമനോട് തന്നോട് അതിരിറ്റ സ്നേഹമുള്ളതുകൊണ്ട് ഒരിക്കലും തന്റെ സഹായാപേക്ഷ തള്ളിക്കളയുകയില്ലെന്ന് അവൻ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ദുര്യോധനൻ ദ്വാരകയിലെത്തി. കൊട്ടാരത്തിനകത്തു പ്രവേശിച്ചു. കൃഷ്ണൻ ആ സമയത്ത് ഉറങ്ങുന്ന സമയമായിരുന്നു. അദ്ദേഹത്തെ ഉണർത്താതെ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ തലയ്ക്കൽ ഒരു സിംഹാസനത്തിൽ കയറി ഇരിപ്പുറപ്പിച്ചു. കൃഷ്ണൻ പാണ്ഡവരുടെ എല്ലാ വിഷമസന്ധികളിലും താങ്ങും തണലുമായി നിന്ന് അവരെ സഹായിക്കുന്ന ആളാണ്. യുദ്ധമുണ്ടായാൽ അദ്ദേഹത്തിന്റെ സഹായം നിശ്ചയമായും തങ്ങൾക്കുണ്ടാകുമെന്ന് പാണ്ഡവർക്കും ഉറപ്പുണ്ട്. എങ്കിലും അദ്ദേഹത്തെ കണ്ട് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ് നേരിൽ ക്ഷണിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയ അർജുനനും കൃഷ്ണനെ കാണുവാനായി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. രാജകൊട്ടാരത്തിലെത്തിയ പാർത്ഥൻ കൃഷ്ണന്റെ മുറിയിൽ പ്രവേശിച്ചു. അപ്പോൾ കട്ടിലിൽ കിടന്നുറങ്ങുന്ന കൃഷ്ണനെയും അദ്ദേഹത്തിന്റെ തലയ്ക്കൽ സിംഹാസനത്തിലിരിക്കുന്ന ദുര്യോധനനെയും കണ്ടു. അർജുനൻ കൃഷ്ണന്റെ കാൽക്കൽ വന്ന് കൈകൂപ്പി നിന്നു. പിന്നെ അധികം താമസമൊന്നും ഉണ്ടായില്ല. ഭഗവാൻ ഉണർന്നു. കിടക്കുന്ന ആൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് കാൽക്കൽ ഉള്ളതിനെ ആണല്ലോ. ആ നിലയ്ക്ക് ഉറക്കമുണർന്ന് കൺമിഴിച്ച വാഷണയൻ ആദ്യം കണ്ടത് കൈകൂപ്പി നിൽക്കുന്ന കിരീടിയെയാണ്. പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റപ്പോൾ തലയ്ക്കൽ നിന്നിരുന്ന ദുര്യോധനനെയും കണ്ടു. പരസ്പര വൈരികളായ ദുര്യോധനനെയും അർജുനനെയും കൂടി ഒരുമിച്ച് കണ്ടതിൽ ആശ്ചര്യപ്പെടുന്നതായി ഭാവിച്ച ഭഗവാൻ രണ്ടുപേരോടും കൂടി ഒരുമിച്ച് തന്നെ കാണുവാനെത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആരാഞ്ഞു.
ദുര്യോധനനാണ് ആദ്യമായി മറുപടി പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് വന്നവരല്ല, ഞാനാണ് ആദ്യം എത്തിയിരുന്നത്. ഒരു വലിയ യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്ന് അങ്ങയ്ക്കും അറിയാമല്ലോ. അതിലങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുവാനാണ് ഞാൻ വന്നത്. അങ്ങയ്ക്ക് ഞങ്ങളും പാണ്ഡവരും ഒരേപോലെ ബന്ധുക്കളാണ്. എന്നാൽ ആദ്യമായി ഇവിടെ വന്നതും ആദ്യം അങ്ങയോട് സഹായം അപേക്ഷിച്ചതും ഞാനാണ്. ആദ്യം ആവശ്യപ്പെട്ടവരെ സഹായിക്കുകയാണ് ധർമ്മം. അതുകൊണ്ട് അങ്ങയുടെ സഹായത്തിന് ഞാനാണ് ഉത്തമ അവകാശി. അങ്ങയുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങളെ സഹായിക്കണം. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുര്യോധന, നീയാണ് ആദ്യം വന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഞാൻ ആദ്യം കണ്ടത് പാർത്ഥനെയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ഒഴിവാക്കുന്നില്ല. രണ്ടുപേരെയും സഹായിക്കുവാനാണ് വിചാരിക്കുന്നത്. നാരായണന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അനേകായിരം പടയാളികൾ എനിക്കുണ്ട്. അവർ നിങ്ങളിൽ ഒരാളുടെ സഹായത്തിന് വരും. മറുഭാഗത്ത് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ഞാൻ പോരിൽ ആയുധം എടുക്കില്ല. എടോ പാർത്ഥ, ഇതിലേതാണ് നിനക്ക് വേണ്ടത്? അത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നിനക്ക് തന്നിരിക്കുന്നു. നിന്നെയാണല്ലോ ഞാൻ ആദ്യം കണ്ടത്. ഇതിലേതാണ് വേണ്ടതെന്ന് അർജുനന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അർജുനൻ കേണപേക്ഷിച്ചു, എനിക്കങ്ങേ ആവശ്യപ്പെടുവാനുള്ള അധികാരമൊന്നുമില്ല. എന്നാലും മാധവ, അങ്ങ് നിരായുധനാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങളുടെ പക്ഷത്ത് നിലകൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അർജുനൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ശേഷിച്ച സഹസ്രാനുസഹസ്രം യോദ്ധാക്കളായിരുന്നുവല്ലോ. അവരുടെ സഹായം ദുര്യോധനന് കിട്ടി. അവൻ മനസ്സിൽ വിചാരിച്ചു, കൃഷ്ണൻ വെറും കൈയോടെ എൻ്റെ കൂടെ വന്നിട്ട് എന്ത് കാര്യം? അവൻ അത്യന്തം സന്തോഷിക്കുകയാണ് ഉണ്ടായത്. ദുര്യോധനൻ കൃഷ്ണനോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, ഏടോ അർജുന, പോര് ചെയ്യാത്തവനായി എന്നെ നീ വരിച്ചത് എന്തുകൊണ്ടാണ്? അത് ബുദ്ധിയാണോ? അർജുനൻ പറഞ്ഞു, കൗരവരെ മുഴുവൻ വധിക്കുവാനുള്ള സാമർഥ്യം നിരായുധനായ അങ്ങയ്ക്ക് തന്നെയുണ്ട്. അവരെ കൊല്ലുന്നതിനുള്ള കഴിവ് എനിക്കുമുണ്ട്. എന്നാൽ അത് ശരിക്കും ഭരിക്കണമെങ്കിൽ അങ്ങന്റെ സാരഥിയായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ വരിച്ചത്. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, അങ്ങനെയോ? നിന്റെ ചിന്ത കൊള്ളാമല്ലോ. ഏതായാലും നിന്റെ ആഗ്രഹം സാധിക്കട്ടെ. ഞാൻ നിന്റെ സാരഥ്യം ഏൽക്കുന്നു. അങ്ങനെ പാർത്ഥസാരഥിയായി ആ കടിഞ്ഞാണുകളേന്തി കൃഷ്ണൻ പാർത്ഥന്റെ സാരഥിയായി. അർജുനൻ സന്തുഷ്ടനായി. അവന്റെ ആഹ്ലാദം അണപൊട്ടിയൊഴുകി. അവനും കൃഷ്ണനും കൂടി ധർമ്മപുത്രരുടെ അടുക്കലേക്ക് പോയി. കൃഷ്ണന്റെ അടുത്തു നിന്നും അദ്ദേഹത്തിന്റെ ബൃഹത്തായ സൈന്യത്തെ മുഴുവൻ തന്റെ സഹായത്തിന് നേടിയെടുത്തുവെന്നുള്ള അഭിമാനത്തോടെ പുറപ്പെട്ട ദുര്യോധനൻ നേരെ ബലരാമന്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തോട് തന്റെ യാത്രയുടെ ഉദ്ദേശത്തെപ്പറ്റിയും എല്ലാം വിവരിച്ചു പറഞ്ഞിട്ട് സഹായം അപേക്ഷിച്ചു. ബലരാമൻ പറഞ്ഞു, ദുര്യോധന, വിരാടന്റെ ഗ്രഹത്തിൽ വിവാഹത്തിന് കൂടിയിരുന്നപ്പോൾ എന്റെ അഭിപ്രായമെല്ലാം ഞാൻ വ്യക്തമാക്കിയത് നീയും അറിഞ്ഞു കാണുമല്ലോ. അവിടെ വെച്ച് ഞാൻ കൃഷ്ണനെ നിനക്കു വേണ്ടി തടുത്തു പറഞ്ഞു. എന്നാൽ അവൻ അതിനൊന്നും അനുകൂലിക്കുന്ന ലക്ഷണമല്ല കണ്ടത്. ഇപ്പോഴിതാ കൃഷ്ണൻ പാർത്ഥന്റെ സാരഥ്യവും ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണനെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നത് എനിക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിന്നെയും സഹായിക്കുകയില്ല, പാർത്ഥനെയും സഹായിക്കുകയില്ല. നീ പോയി ക്ഷേത്രധർമ്മം പോലെ പോരാടുക. ദുര്യോധനൻ ബലഭദ്രനെ ആശ്ലേഷിച്ചു. സഹായം കിട്ടിയില്ലെങ്കിലും എതിർപ്പുണ്ടാകുകയില്ലല്ലോ എന്ന സമാധാനത്തോടെ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. മദ്രരാജ്യത്തിന്റെ അധിപതിയാണ് ശല്യ മഹാരാജാവ്. അദ്ദേഹത്തിന്റെ സഹോദരി മാദ്രിയാണ്. നകുല സഹോദരന്മാരുടെ മാതാവും ഇതേ മാതിരി തന്നെയാണ്. അങ്ങനെ സ്വതവേദനെ പാണ്ഡവ ബന്ധുവും അവരുടെ പക്ഷപാതിയുമാണ് ശല്യൻ. ഇദ്ദേഹം തികഞ്ഞൊരു അഭ്യാസിയും ബലവാനും ധാരാളം സൈന്യബലമുള്ളവനുമാണ്. കൂടാതെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പരമഭക്തനുമാണ്. കൗരവ പാണ്ഡവന്മാർ യുദ്ധസന്നാഹം നടത്തുന്ന വിവരം ദൂതന്മാരിൽ നിന്ന് ശല്യ മഹാരാജാവ് അറിഞ്ഞു. അദ്ദേഹത്തിന്റെ വമ്പിച്ച സൈന്യവുമായി പാണ്ഡവരെ കാണുവാൻ പുറപ്പെട്ടു. ശല്യന്റെ യാത്രാവിവരം മുൻകൂട്ടി അറിഞ്ഞ ദുര്യോധനൻ അദ്ദേഹത്തെയും സൈന്യത്തെയും വഴിനീളെ സത്കരിച്ചു. സൽക്കാരത്തിന്റെ വലിപ്പവും പ്രൗഢിയും കണ്ട് താൻ ഇന്ദ്രസമരാണെന്ന് പോലും ശല്യൻ വിചാരിച്ചു. ഇതെല്ലാം ദുര്യോധനനാണ് ഏർപ്പാട് ചെയ്തതെന്നറിഞ്ഞപ്പോൾ ശല്യന് ദുര്യോധനനോട് വല്ലാത്ത മതിപ്പും സ്നേഹവും തോന്നി. ഈ തക്കം നോക്കി ശകുനിയും ദുര്യോധനനും കൂടി ശല്യനെ സമീപിച്ചു. തങ്ങൾ ദുർബലരും
അരക്ഷിതരും ആണെന്നും അതുകൊണ്ട് തങ്ങളെ യുദ്ധത്തിൽ സഹായിക്കണമെന്നും അവർ ശല്യനോട് കേണുവീണ് അപേക്ഷിച്ചു. അദ്ദേഹത്തിന് ദുര്യോധനാദികളിൽ അലിവ് തോന്നി. ആദ്യം ക്ഷണിക്കുന്നവരെ സഹായിക്കണമെന്നതാണ് യുദ്ധമര്യാദ. ഈ നിലക്ക് ആദ്യം ക്ഷണിച്ച ദുര്യോധനനെ തന്നെ സഹായിക്കണമെന്ന് ശല്യൻ സമ്മതിച്ചു. എന്താണ് തന്നിൽ നിന്നും കൂടുതലായി പ്രതീക്ഷിക്കുന്നതെന്നും എന്തെന്നു വെച്ചാൽ അതുകൂടി ചെയ്തു കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് നന്ദി പ്രകടിപ്പിച്ച ദുര്യോധനൻ തങ്ങളുടെ സൈന്യങ്ങളെ യുദ്ധത്തിൽ നയിക്കണമെന്ന് ശല്യനോട് ആവശ്യപ്പെട്ടു. അപ്രകാരം ചെയ്യാമെന്ന് അദ്ദേഹം അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു. എങ്കിലും ഉപപ്ലവത്തിൽ പോയി യുധിഷ്ഠിരനെ കാണണമെന്നും അതിനുശേഷം ഹസ്തിനാപുരിയിലേക്ക് വരാമെന്നും ഉറപ്പുകൊടുത്തിട്ട് ശല്യൻ ഉപപ്ലവത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. മദ്രരാജാവ് വന്നുവെന്നറിഞ്ഞപ്പോൾ പാണ്ഡവർ വളരെ സന്തോഷിച്ചു. അവർ അദ്ദേഹത്തെ ഉചിതമായി ഉപചരിച്ചു. കുശലപ്രശ്നങ്ങൾ നടത്തി. ആസന്നമായ യുദ്ധത്തെപ്പറ്റിയും അവർ സംസാരിച്ചു. അപ്പോഴാണ് താൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ദുര്യോധനനെ കണ്ടതും അവന്റെ ക്ഷണം സ്വീകരിച്ച് അവനെ സഹായിക്കുമെന്ന് വാക്കുകൊടുത്തതുമായ കാര്യങ്ങൾ ശല്യൻ പറയുന്നത്. ഇത് കേട്ടപ്പോൾ പാണ്ഡവന്മാർക്ക് കുണ്ഠിതമുണ്ടായി. എങ്കിലും അവരാരും അപ്രീതി പ്രകടിപ്പിച്ചില്ല. ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ പറഞ്ഞു, ഭവാൻ ദുര്യോധനന് വാക്കുകൊടുത്തത് ഉത്തമമായ കാര്യമാണ്. എന്നാൽ അങ്ങ് എനിക്ക് വേണ്ടിയും ഒരു കാര്യം നിർവഹിച്ചു തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം ധർമ്മത്തിന് നിരക്കാത്തതാണെന്ന് എങ്ങേക്ക് തോന്നിയേക്കാം. എന്നാൽ ലോകഹിതത്തിനു വേണ്ടി അത് കേൾക്കുകയും അംഗീകരിക്കുകയും വേണം. ഭവാൻ പോരിൽ സാക്ഷാൽ വാസുദേവനോട് തുല്യനാണ്. അതുകൊണ്ട് അർജുനന്റെ സാരഥിയായി കൃഷ്ണനെ കാണുമ്പോൾ കർണന്റെ സാരഥ്യം അങ്ങ് ഏറ്റെടുക്കണമെന്ന് കർണൻ അങ്ങയോട് ആവശ്യപ്പെടും. അങ്ങയ്ക്കത് ഏറ്റെടുക്കേണ്ടതായും വരും. ആ യുദ്ധത്തിൽ ഭവാൻ അർജുനനെ കാക്കണം. എനിക്ക് ഭവാൻ ഇഷ്ടം ചെയ്യുമെങ്കിൽ അതാണ് വേണ്ടത്. ഈ പണി അകരണീയമാണെങ്കിലും അമ്മാവൻ ഞങ്ങളുടെ ജയത്തിനു വേണ്ടി അത് ചെയ്തു തരണം. ശല്യൻ മറുപടി പറഞ്ഞു, യുധിഷ്ഠിര, ഭവാന് മംഗളം ഭവിക്കട്ടെ. ഭവാന്റെ ഇഷ്ടം ഞാൻ നിർവഹിക്കാം. കൂടാതെ പോരിനൊരുങ്ങുമ്പോൾ അവനെ തേജോവധം ചെയ്യത്തക്ക വിധത്തിൽ സംസാരിച്ച് അവന്റെ തേജസ്സും ഗർവും കളഞ്ഞ് അവനെ മൃദുപ്രായനാക്കി തരാമെന്ന് ഭവാന്റെ മുന്നിൽ നിന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു. തുടർന്ന് കൗരവരുടെ കശ്മല പ്രവൃത്തികൾ കൊണ്ട് പാണ്ഡവർ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ സ്മരിച്ച് ശല്യൻ സഹതപിക്കുകയും മഹാന്മാരായ പലരുടെയും ദുരന്തത്തെ ചൂണ്ടിക്കാണിച്ച് പാണ്ഡവരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ദേവേന്ദ്രൻ പോലും സഭാര്യനായി ഘോരമായ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന ഇതിഹാസ കഥയും പാണ്ഡവന്മാരെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിച്ചു. ഏതു തുറയിലുള്ള ജീവികൾക്കും ദുഃഖം അനിവാര്യമാണ്. ഇന്ദ്രനെ പോലെ അങ്ങും അജിരേണ ശത്രുക്കളെ ജയിച്ച് രാജശ്രീയെ പ്രാപിക്കും. ശല്യൻ യുധിഷ്ഠിരനോട് യാത്ര പറയുമ്പോൾ കർണന് സൂതനെ വേണ്ടി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി യുധിഷ്ഠിരൻ ഒരിക്കൽ കൂടി ശല്യനെ ഓർമ്മപ്പെടുത്തി. അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് യുധിഷ്ഠിരന് ഉറപ്പുകൊടുത്തിട്ട് ശല്യൻ തന്റെ വലിയ സൈന്യത്തോടും കൂടി ഹസ്തിനാപുരിയിലേക്ക് പോയി. പാണ്ഡവന്മാരുടെ സഹായത്തിന് ആദ്യമായിട്ടെത്തിയത് കൃഷ്ണന്റെ ഉറ്റമിത്രവും ഉറച്ച പാണ്ഡവ പക്ഷപാതിയുമായ സാത്യകിയായിരുന്നു. ഇദ്ദേഹത്തിന് യുയൂധനാൻ എന്നും പേരുണ്ട്. ഒരക്ഷോഹിണി പടയുമായിട്ടാണ് അദ്ദേഹം പാണ്ഡവ സങ്കേതത്തിൽ എത്തിയത്. പിന്നീട് ചേതി രാജാവായ ദൃഷ്ടകേതുവും ജരാസന്ധ പുത്രനായ സഹദേവനും മഹാവീരനായ പാണ്ഡ്യരാജാവും ഓരോ അക്ഷൗഹിണി സൈന്യത്തോടെ എത്തിച്ചേർന്നു. പാഞ്ചാല രാജാവായ ദ്രുപദൻ, മത്സ്യരാജാവായ വിരാടൻ എന്നിവരും അവരുടെ അനേക സഹസ്രം പടയാളികളും ഉപപ്ലവത്തിലെത്തി പാണ്ഡവരോട് ഒത്തുചേർന്നു. അതിനു പുറമെ നാനാദേശത്തു നിന്നും പാണ്ഡവരുടെ സഹായത്തിനായി അനവധി സൈന്യങ്ങൾ വന്നു ചേർന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ പാണ്ഡവ പക്ഷത്ത് 7 അക്ഷൗഹിണി തികഞ്ഞു. ഒരു ആന, ഒരു തേര്, 3 കുതിര, 5 കാലാൾ എന്നത് കൂടുന്നതാണ് ഒരു പന്തി. 3 പന്തി കൂടുമ്പോൾ അതൊരു സേനാമുഖമായി. 3 സേനാമുഖം അടങ്ങുന്നതാണ് ഒരു ഗുൽമം. 3 ഗുൽമം ഒന്നു ചേരുമ്പോൾ അതിൻ്റെ പേര് ഗണം എന്നാണ്. 3 ഗണം ചേരുന്നത് ഒരു വാഹിനിയാണ്. 3 വാഹിനി കൂടിയാൽ അതൊരു പൂതനയാണ്. 3 പൂതന ചേരുന്നത് ഒരു ചമുവാണ്. 6 ചമു ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ആനീഗിനി ഉണ്ടാകുന്നു. 10 ആനീഗിനി ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. ഇങ്ങനെ ഒരു അക്ഷൗഹിണിയിൽ 21,870 ആനകളും 21,870 തേരും 65,510 കുതിരകളും
1,93,000 കാലാൾപ്പടയും ഉണ്ടായിരിക്കും. ഇപ്രകാരമുള്ള 7 അക്ഷൗഹിണിയാണ് പാണ്ഡവരുടെ പാളയത്തിൽ താവളമടിച്ചത്. ദുര്യോധനന്റെ ഭാഗത്ത് ധാരാളം രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും വന്നുകൂടി. രാജാക്കന്മാരിൽ പ്രമുഖർ ശല്യൻ, ഭഗദത്തൻ, ഭൂരിശ്രവസ്, ജയദ്രഥൻ, കേതവർമാവ്, സുധീഷണൻ, അവന്തി രാജാവ്, കേകയന്മാർ എന്നിവരായിരുന്നു. എല്ലാവർക്കും കൂടി 11 അക്ഷൗഹിണി പടയാണ് ഉണ്ടായിരുന്നത്. ഈ അക്ഷൗഹിണികൾക്കൊക്കെ പാർക്കുവാൻ ഹസ്തിനാപുരിയിൽ ഇടമില്ലായിരുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലായി അവരെ പാർപ്പിച്ചു. കൂട്ടത്തിൽ എല്ലാവരുടെയും ശക്തിയും എല്ലാവരുടെയും ആത്മവിശ്വാസവും ദുര്യോധനന്റെ വിശ്വാസവും ഉൾക്കൊണ്ടിരുന്നത് ഒരു ചെറിയ പ്രദേശത്തിന്റെ രാജാവായി വാണിരുന്ന സാക്ഷാൽ അംഗരാജൻ വൈകർത്തനൻ കർണനിലുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്രകാരം ഇരുഭാഗക്കാരും പടയൊരുക്കം നടത്തുന്നതിനിടയിലാണ് ദ്രുപദന്റെ സന്ദേശവാഹകനായ പുരോഹിതൻ ധൃതരാഷ്ട്രനെ കാണുവാനെത്തിയത്. പുരോഹിതൻ അദ്ദേഹത്തെ വന്ദിച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം പറഞ്ഞു, ധൃതരാഷ്ട്രനും പാണ്ഡുവും ഒരേ അച്ഛൻ്റെ മക്കളാണ്. പൈതൃകമായ ധനം അവർക്കിരുവർക്കും ഒരേപോലെയാണ്. എന്നാൽ പല വിധത്തിലുമുള്ള ഉപായങ്ങൾ കാട്ടി ഇന്നതെല്ലാം ധൃതരാഷ്ട്രർ കൈയടക്കി വെച്ചിരിക്കുന്നു. പാണ്ഡവന്മാർ സഭയിൽ വെച്ച് ക്ലേശങ്ങൾ സഹിച്ചു. അതിനുശേഷം ആരണ്യവാസവും അജ്ഞാതവാസവും നടത്തി. മഹാശയന്മാരായ അവർ കഴിഞ്ഞതെല്ലാം വിസ്മരിക്കുവാൻ തയ്യാറാണ്. അവൻ സന്ധിയാകുവാൻ കാംക്ഷിക്കുന്നു. ബലവാന്മാരായ അവർ അവരുടെ കാര്യം നേടുവാൻ ശക്തരാണെങ്കിലും അവർ യുദ്ധത്തിന് കാരണക്കാരനാകുന്നരുതെന്ന് ഇച്ഛിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് 7 അക്ഷൗഹിണി സൈന്യം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് 11 അക്ഷൗഹിണിയുമുണ്ട്. എന്നാൽ അതുകൊണ്ട് അഹങ്കരിക്കരുത്. ഈ 11 അക്ഷൗഹിണിയെ നേരിടുവാൻ മഹാബാഹുവും മഹാരൂപനുമായ കിരീടി ഒരാൾ മാത്രം മതിയെന്നത് നിങ്ങൾക്കും അറിയാമല്ലോ. പാണ്ഡവന്മാരുടെ സൈന്യശക്തിയും സവ്യസാചിയുടെ സാമർഥ്യവും കൃഷ്ണന്റെ ബുദ്ധിയും ഏകോപിച്ച് നിൽക്കുന്ന പാണ്ഡവന്മാരോട് എതിർക്കുവാൻ വിചാരിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് ധർമാനുസരണം കരാർ അനുസരിച്ച് കൊടുക്കേണ്ടത് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സന്ദേശവാഹകനായ ദിജ്ജസത്തമന്റെ സംസാരം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന മഹാമയൻ ഭീഷ്മൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഭവാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അർജുനനോട് എതിർക്കുവാൻ ത്രാണിയുള്ളവരായി ഈ ലോകത്താരുണ്ട്? 3 ലോകവും അവന്റെ നേരെ തിരിഞ്ഞാലും അവൻ എതിർത്ത് തോൽപ്പിച്ചു വിടുമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പൗത്രനായിട്ട് പറയുകയല്ല, അവൻ സാക്ഷാൽ അതിമഹാരഥി ഗണത്തിൽ തന്നെ പെടുന്നവനാണ്. എങ്കിലും പാണ്ഡവർ ബന്ധുക്കളോട് പോരിന് ആഗ്രഹിക്കുന്നില്ലെന്നറിയുന്നത് ഭാഗ്യം തന്നെ. കർണൻ അക്ഷമയോടെ ഇടയ്ക്ക് കയറി ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ, വീണ്ടും എന്തിനാണ് പറയുന്നത്? അജ്ഞാതവാസക്കാലം കഴിയുന്നതിനു മുമ്പ് വെളിപ്പെട്ടതുകൊണ്ട് പാണ്ഡവന്മാർ കരാർ ലംഘിച്ചിരിക്കുകയാണ്. പൈതൃകമായ ഭൂമി ലയിക്കണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ കരാർ പ്രകാരം അവർ വീണ്ടും കാട്ടിൽ പോയി പാർത്തിട്ട് വരട്ടെ. അപ്പോൾ ദുര്യോധനൻ പകുതി രാജ്യം കൊടുക്കും. അതല്ലാതെ ഭയപ്പെട്ട് 6 അടി ഭൂമി പോലും ദുര്യോധനൻ കൊടുക്കുകയില്ല. ഭീഷ്മർ മറുപടി പറഞ്ഞു, എടോ രാധേയ, വീൺവാക്ക് പറഞ്ഞതുകൊണ്ടൊന്നും പ്രയോജനമില്ല. വിരാടന്റെ ഗോഹരണ സമയത്ത് പാർത്ഥൻ നിന്നെ ഉൾപ്പെടെ എല്ലാവരെയും ജയിച്ചത് ഇത്ര വേഗം മറന്നുപോയോ? പലപ്പോഴും പോരാട്ടത്തിൽ ജയിച്ച അവന്റെ വീര്യം നിനക്കറിവുള്ളതല്ലേ? ഈ ബ്രാഹ്മണൻ പറഞ്ഞ മാതിരി നാം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവന്റെ കൈകൊണ്ട് നാം മരിച്ചു വീണ് മണ്ണ് തപ്പിക്കിടിക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. കർണന്റെ ധിക്കാരപൂർവമായ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രന് വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഭീഷ്മർ പറഞ്ഞത് ശരിയാണ്. ഹേ ബ്രാഹ്മണ, കർണന്റെ വാക്കുകൾ കാര്യമായിട്ട് എടുക്കേണ്ട. അങ്ങ് പാണ്ഡവരുടെ അടുത്തേക്ക് മടങ്ങൂ. ഞാൻ ഇതേപ്പറ്റി തന്നെ ചിന്തിച്ച് 2 ദിവസത്തിനുള്ളിൽ സഞ്ജയനെ അവരുടെ അടുത്തേക്ക് അയക്കാം. പുരോഹിതൻ മടങ്ങിയെത്തി. വിവരങ്ങളെല്ലാം പാണ്ഡവരെ അറിയിച്ചു. സഞ്ജയൻ വന്ന് അറിയിക്കുവാൻ പോകുന്നത് എന്താണെന്നുള്ള ആകാംക്ഷയിൽ അവർ കഴിച്ചുകൂട്ടി. പറഞ്ഞതുപോലെ സഞ്ജയനെത്തി. കുശല പ്രശ്നങ്ങൾക്കും ക്ഷേമാന്വേഷണങ്ങൾക്കും ശേഷം സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ സന്ദേശം അറിയിച്ചു. അത് ഇപ്രകാരമായിരുന്നു: അല്ലയോ യുധിഷ്ഠിര, സമാധാനമാണ് എല്ലാവരും കാംക്ഷിക്കുന്നത്. സമാധാനം കൊണ്ടേ സുഖം കിട്ടൂ. ഒരു യുദ്ധകാലത്തിൽ പറഞ്ഞാൽ സമാധാനം തന്നെയാണ് സുഖം. യുദ്ധത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുർബുദ്ധിയായ ദുര്യോധനനും മൂർഖനായ കർണനും എത്ര തന്നെ അനുഭവിച്ചാലും പഠിക്കാത്തവരാണ്. ഏതായാലും യുദ്ധത്തിൻ്റെ ആലോചനയൊന്നും ചെയ്യേണ്ട. യുദ്ധം ചെയ്തത് ബന്ധുമിത്രാദികളെ വധിച്ച് ജയിക്കുന്നത് കൊണ്ട് എന്ത് സുഖമാണുണ്ടാകുക?
അങ്ങനെയുണ്ടാകുന്ന ജയത്തിൽ എന്താണ് ശ്രേയസ്? യുദ്ധം കൊണ്ട് പല അനർത്ഥങ്ങളും ഉണ്ടാകും. ആകയാൽ യുദ്ധം ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോഴും ഇവിടെ യാതൊന്നിനും കുറവില്ല. പണ്ടെന്ന പോലെ സുഖമായി കഴിയാൻ ഇങ്ങോട്ട് പോന്നാൽ മതി. ധൃതരാഷ്ട്ര സന്ദേശം സഞ്ജയനിൽ നിന്ന് കേട്ട പാണ്ഡവന്മാർ ഇതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അത്ഭുതപ്പെട്ടു. തങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം തരുന്നതിനെപ്പറ്റി ഒന്നും പറയാതെ യുദ്ധം ഒഴിവാക്കണമെന്നും ഹസ്തിനാപുരിയിൽ പോയി ഒന്നിനും കുറവില്ലാതെ പാർത്തുകൊള്ളണമെന്നും തങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തർത്ഥത്തിലാണ്? ഏതായാലും ഈ നിർദ്ദേശം അംഗീകരിക്കുവാൻ സാധ്യമല്ലെന്ന് തന്നെ അവർ വ്യക്തമാക്കി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടേണ്ട പകുതി രാജ്യം കിട്ടിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങളുടെ ധർമ്മവുമാണ്. യുദ്ധത്തിൽ അർജുനനെ ജയിക്കുവാൻ കർണൻ മതിയെന്ന് ധാർത്തരാഷ്ട്രന്മാർക്ക് ഒടുങ്ങാത്ത ധാർഷ്ട്യമുണ്ട്. ഘോഷയാത്ര അവസരത്തിലും ഗോഹർണം നടത്തിയപ്പോഴും മറ്റും കർണൻ പരാജിതനായി പലായനം ചെയ്ത കാര്യം അവർ വിസ്മരിച്ചുവെന്നും തോന്നുന്നു. ഞങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ വീണ്ടും അതുതന്നെയായിരിക്കും സംഭവിക്കുക. വാസുദേവൻ എന്നും ഞങ്ങളുടെ ഭ്രാതാവും നാഥനുമാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇനിയും എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞങ്ങൾ ഒരിക്കലും ധിക്കരിക്കുകയില്ല. സഞ്ജയന്റെ വാക്കുകൾ അവജ്ഞയോടെയാണ് കൃഷ്ണൻ കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം കോപാകുലനായി പറഞ്ഞു, അല്ലയോ സഞ്ജയ, ഞാൻ പാണ്ഡവരുടെ ക്ഷേമത്തെ കാംക്ഷിക്കുന്നത് പോലെ തന്നെ കൗരവർക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും കൗരവരിൽ നിന്ന് സകലവിധ ഉപദേശങ്ങളും നാശങ്ങളും മാനക്കേടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടും ഇത്രയും കാലം ശാന്തരായി കഴിഞ്ഞവരല്ലേ പാണ്ഡവർ? അവർക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കുകയല്ലേ ന്യായവും ധർമ്മവുമായിട്ടുള്ളത്? അതിനു പകരം അവരോട് സമാധാനം പാലിക്കണമെന്ന് ഉപദേശിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? സമാധാനം നല്ലതു തന്നെ. എന്നാൽ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ സമാധാനം പാലിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് യുദ്ധം ചെയ്യുന്നത്. അതാണ് ക്ഷത്രിയ ധർമ്മം. ധർമ്മപരിപാലനമാണ് ക്ഷത്രിയന്റെ കർത്തവ്യം. അതിനുവേണ്ടി എത്ര യുദ്ധം ചെയ്യേണ്ടി വന്നാലും ആരെയൊക്കെ കൊല്ലേണ്ടി വന്നാലും അതൊന്നും തെറ്റല്ല. നേരെ മറിച്ച് ക്ഷത്രിയൻ അങ്ങനെ ചെയ്യാതിരുന്നാലാണ് തെറ്റ്. ക്ഷത്രിയന്റെ ശമശസ്ത്രങ്ങളുടെ തീക്ഷ്ണതയാണ്. അത് വാക്കിൽ കൂടിയല്ല, പ്രവൃത്തിയിൽ കൂടി അവർ കാണിച്ചു തരും. അന്ധനായ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞേക്കും. ശ്രീകൃഷ്ണന്റെ അവസരോചിതമായ വാക്കുകൾ സഭാവാസികളുടെ പൗരുഷത്തെ തട്ടിയുണർത്തി. അവർ ആർത്തിരമ്പുന്ന കടൽ പോലെ ഇളകിമറിഞ്ഞു. ഇത് കേട്ടപ്പോൾ സഞ്ജയൻ ഭയവിഹുലനായി. ഇനിയും അവിടെ നിൽക്കുന്നത് ആവൽക്കരമായിരിക്കുമെന്ന് അവന് തോന്നി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. താനൊരു ദൂതൻ മാത്രമാണെന്നും തന്നോട് അറിയിക്കുവാൻ പറഞ്ഞത് അറിയിക്കുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂവെന്നും തന്നോട് അപ്രിയം തോന്നരുതെന്നും അദ്ദേഹം വിനയാത്വത്തിനായി പറഞ്ഞു. തന്നെ ഉടൻ തന്നെ യാത്ര അയക്കണമെന്ന് അദ്ദേഹം യുധിഷ്ഠിരനോട് അപേക്ഷിച്ചു. യുധിഷ്ഠിരൻ സഞ്ജയനെ യാത്രാനുമതി നൽകി. ഹസ്തിനാപുരിയിലുള്ള സകലരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവരെയൊക്കെ തൻ്റെ കുശലാന്വേഷണങ്ങളെ അറിയിക്കണമെന്നും യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം തുടർന്നു, സഞ്ജയ, ദുര്യോധനനോട് എനിക്ക് അധികമൊന്നും പറയുവാനില്ല. ദുര്യോധനൻ സജ്ജീകരിച്ചിരിക്കുന്ന സൈന്യബലം വളരെ വലുതാണ്. എന്നാൽ എനിക്കുള്ള ബലം നിത്യവും സത്യവുമായ ധർമ്മബലമാണ്. ശത്രുബലത്തെ മുടിക്കുവാൻ അത് അജയ്യമാണ്. എങ്കിലും ഞങ്ങൾ ഇപ്പോഴും സമാധാനം കാംക്ഷിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ചതിയും വഞ്ചനയും ക്രൂരതയും ഞങ്ങൾ പൊറുക്കാം. നിങ്ങൾ മൂലമുണ്ടായ ക്ലേശവും ദുഃഖവും അപമാനവും ഞങ്ങൾ വിസ്മരിക്കാം. നമ്മുടെ കുലം നശിക്കാതിരിക്കുവാനും നമ്മൾ തമ്മിൽ പ്രീതിയോടെ മേലിലും കഴിഞ്ഞുകൂടുന്നതിനും എന്തു ത്യാഗവും സഹിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. സമാധാനത്തിനു വേണ്ടി രാജ്യത്തിലെ ഒറ്റ ദേശമെങ്കിലും ഞങ്ങൾക്ക് തരിക. അല്ലെങ്കിൽ കുശസ്ഥാനം, മൃഗസ്ഥാനം, മാഗന്ധി, വാരണാവർത്തം എന്നിവയും വേറെ ഏതെങ്കിലും ഒന്നും ചേർത്ത് 5 ഗ്രാമങ്ങൾ 5 ഭ്രാതാക്കന്മാർക്കായി നൽകുക. അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാകാം. അങ്ങനെയെങ്കിലും ബന്ധുക്കൾ മരിക്കാതിരിക്കട്ടെ. പിതാവ് പുത്രനോട് ചേരട്ടെ. കുരുക്കളും പാഞ്ചാലരും തമ്മിൽ ഒന്നായി തീരട്ടെ. ഞാനതിന് ആഗ്രഹിക്കുന്നു. എപ്പോഴും ഞാൻ സമാധാനത്തിന് തയ്യാറാണ്. ധർമാർത്ഥങ്ങൾ മൃദുവായും ദാരുണമായും പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ഞാനെന്നറിയുക. സഞ്ജയൻ യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും കൃഷ്ണനെയും സഭാവാസികളെയും പ്രത്യേകം വണങ്ങി യാത്ര പറഞ്ഞ് ഉപപ്ലവത്തിൽ നിന്ന് മടങ്ങിപ്പോയി. ശാരീരികമായും മാനസികമായും വളരെ അവശനായിട്ടാണ് സഞ്ജയൻ ഹസ്തിനാപുരിയിൽ മടങ്ങിയെത്തിയത്. തേരിൽ തുടർച്ചയായും ദീർഘമായും യാത്ര ചെയ്ത് അദ്ദേഹം ക്ഷീണിതനായി. എന്നാൽ അതിലേറെ ക്ഷീണം മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഭയവുമായിരുന്നു. തുടരും.